ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ കഞ്ഞിവെള്ളം ചലഞ്ചിൻ്റെ 13ാമത്തെ ദിവസമാണ്. അപ്പം ഇന്നത്തെ പാക്കും കാര്യങ്ങളും എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ എൻ്റെ ഹെയറിലൊന്ന് ജസ്റ്റ് ഒന്ന് ഓയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ആവണക്കെണ്ണ എടുത്തില്ല, നമ്മുടെ പാരച്യൂട്ടിൻ്റെ വെളിച്ചെണ്ണ മാത്രമേ എടുത്തുള്ളൂ. അപ്പോൾ അത് നമ്മുടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് ഒരു വാം മസാജ് കയ്യിൽ വെച്ച് തന്നെ കൊടുത്തിട്ട് നമ്മുടെ ഹെയറിൻ്റെ സ്കാൽപ്പിൽ ഒന്ന് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല രീതിക്ക് തന്നെ മുടി ഡീറ്റാങ്കിളൊക്കെ ചെയ്തിട്ടതിന് ശേഷമാണ് ഞാൻ ആ ഹെയറിലേക്ക് നന്നായിട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഓയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നിട്ട് അതിന് ശേഷം മാത്രമേ നമ്മുടെ ഇന്നത്തെ പാക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പം പാക്ക് എന്താണെന്നും അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്താണെന്നും നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്ക് എന്ന് പറയുന്നത് നമ്മുടെ കഞ്ഞിവെള്ളവും ഉലുവയും റോസ്മേരി ഇലയും എല്ലാം കൂടി, ഈ 3 ഐറ്റവും കൂടി ഞാൻ തലേദിവസം വെള്ളത്തിലിട്ടാണ് കേട്ടോ. തലേദിവസം രാത്രി വെള്ളത്തിലിട്ടാണ്. ഇന്ന് വൈകിട്ടാണ് ഞാനിത് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നത്. അപ്പം അതിൻ്റെ കൂടെ നമ്മുടെ കരിഞ്ജീരകവും കൂടി വെള്ളത്തിലിടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് മൂന്നും ഇത്രയും ഐറ്റവും കൂടി ഒന്നിച്ചാണ് നമ്മൾ ഇന്ന് ഹെയറിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ജാർ എടുക്കുക, അതിലേക്ക് നമ്മുടെ കഞ്ഞിവെള്ളം, റോസ്മേരി അതുപോലെ ഉലുവ ഇത്ര ഇട്ടതും പിന്നെ കരിഞ്ജീരകം ഇതും കൂടി ഇട്ടൊന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്കൊന്ന് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന രീതിക്കാണ് നമുക്കിത് കിട്ടുന്നത്. അപ്പോൾ നിങ്ങളുടെ കഞ്ഞിവെള്ളം കട്ടിയായി പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങളൊരു ആ ഒരു ക്രീമി പേസ്റ്റ് നിങ്ങളുടെ തലയിൽ അങ്ങനെയൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ അത്ര തിക്കായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. എനിക്കൊരു സ്പ്രേ ചെയ്യുന്ന ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയത്. നിങ്ങൾക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും കിട്ടുക, അഥവാ തിക്കായുള്ള കാര്യമാണ് കേട്ടോ പറഞ്ഞത്. അതിനിടയിൽ ഞാൻ നമ്മുടെ മിലോനെ ഒന്ന് കോക്കറി അടിച്ചാടിയിട്ട് അത് നിങ്ങൾ കാര്യമാക്കട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ നമ്മുടെ എണ്ണയൊക്കെ പുരട്ടി വെച്ചേക്കുന്ന ഹെയർ അങ്ങോട്ട് ഒഴിക്കുക. എന്നിട്ട് സ്കാൽപ്പിലേക്ക് നമ്മുടെ ആ ഒരു സാധനം അങ്ങോട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം നന്നായിട്ട് സ്കാൽപ്പിലെല്ലാം ഒരു പാർട്ടിലേക്ക് നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. നമ്മുടെ റോസ്മേരി വാട്ടറൊക്കെ ഹെയറിൽ അപ്ലൈ ചെയ്യില്ലേ, ആ ഒരു രീതിക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ നല്ല രീതിക്ക് അത്യാവശ്യം നമ്മുടെ ആ ഒരു കുപ്പി നിറച്ചുണ്ട് ആ ഒരു ബോട്ടിൽ. അപ്പോൾ അത് നന്നായിട്ടൊന്ന് സ്പ്രേ ആക്കി കൊടുക്കുക കേട്ടോ. ഈ ഒരു ലൂസ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ബാക്കി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെയും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. എനിക്കപ്പം കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്, അപ്പോൾ ഞാനത് നാളെയും അപ്ലൈ ചെയ്യും കേട്ടോ. പിന്നെ ഇതിനകത്ത് റോസ്മേരി ലീവ്സ് ഓൾറെഡി ഇൻക്ലൂഡ് ആയതുകൊണ്ട് നമുക്ക് റോസ്മേരി വാട്ടർ രാവിലെ രാത്രി അങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് ഇല്ല കേട്ടോ. പിന്നെ അപ്ലൈ ചെയ്യുന്നവർക്ക് ചെയ്യാം, അത് അപ്ലൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ബിക്കോസ് ഓൾറെഡി റോസ്മേരി അതിലുണ്ടല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ടിപ്പ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പോൾ ബൈ ഗൈസ്.